ഇതാണ് ഞാൻ ഡ്രമ്മിൽ നട്ട് വളർത്തിയിട്ടുള്ള ബനാന സപ്പോട്ട. എന്താ നല്ല വലുതായി വളർന്നു വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിറച്ച് കായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റേ സപ്പോട്ടയെ പോലെ ഉരുണ്ടിട്ടല്ല ഈ സപ്പോട്ട വരുന്നത്, നീളത്തിലായിരിക്കും. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സപ്പോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല മധുരമായിരിക്കും. മധുരത്തിനൊപ്പം തന്നെ കറി ഉണ്ടാവില്ല. മറ്റേ സപ്പോട്ട കഴിക്കുമ്പോൾ നല്ല കറി ഉണ്ടാവില്ലേ, ഇതിനങ്ങനത്തെ കറി ഉണ്ടാവില്ല. നല്ല മധുരം, നല്ല ടേസ്റ്റാണ്. ഡ്രമ്മിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ഇനം സപ്പോട്ടയാണ്. ഇത് നന്നായി കായ്ക്കും. ഇത് ഞാനിവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ഉള്ളിൽ ഇളം റെഡ് കളറായിരിക്കും. മറ്റേ സപ്പോട്ടൊക്കെ ഒരു ക്രീം കളറല്ലേ, ചിക്കു കളർ എന്ന് പറയില്ലേ, അങ്ങനത്തെ കളറല്ലേ. ഇതിൻ്റെ ഒരു ഇളം റെഡ് കളറുണ്ടായിരിക്കും ഈ സപ്പോട്ടയ്ക്ക്. കഴിച്ചു കഴിഞ്ഞാൽ നാവിൽ ഒട്ടിപ്പിടിക്കുന്ന കറി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നല്ല മധുരം. ഞാനിപ്പോൾ ഒരു 2 വർഷം ആയിട്ടുണ്ടാവുള്ളൂ നട്ടിട്ട്. പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന നല്ലൊരു ഇനം സപ്പോട്ടയാണ് ബനാന സപ്പോട്ട.